ഹായ് എവ്രിവൺ, ഞാൻ ഡോക്ടർ ശാലിനി. അലർജിയെക്കുറിച്ചുള്ള നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻഹലേഷണൽ അലർജൻസ്, അതായത് ശ്വാസത്തിലൂടെ നമ്മുടെ മൂക്കിലേക്ക് എത്തുന്ന കോമൺ ആയിട്ടുള്ള അലർജൻസ്, അതായത് വളരെ കോമൺ ആയി നമ്മൾ നമ്മുടെ ചിന്തയിൽ വരാത്തത് കൊണ്ട് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു അലർജൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ വിട്ടുപോയ കുറച്ച് അലർജൻസിൻ്റെ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നു. അതല്ലാതെ ഇൻഹലേഷണൽ അല്ല, ഇൻജക്ഷണൽ ഓർ മറ്റ് അലർജൻസിനെ കുറിച്ചും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻഹലേഷണൽ അലർജിയിൽ ഞാൻ വിട്ടുപോയ ഒന്നാണ് നമ്മുടെ പഞ്ഞിയുടെ അംശം എങ്ങനെ, കോട്ടൻ്റെ അംശം കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന മെത്തയോ തലയണയോ പരുത്തിയാണെങ്കിൽ അത് അവർ ചാടി കളിക്കുമ്പോൾ അതിലെ പൊടി, അല്ലെങ്കിൽ അവർ കമഴ്ന്ന് കിടന്നുറങ്ങുമ്പോൾ അതിലെ പൊടി മൂക്കിലേക്ക് വന്നിട്ട് അലർജൻ കാണാറുണ്ട്. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട്, അതായത് എക്സ്ട്രാ കവറിങ്സ് ഉപയോഗിക്കുക. തലയണയ്ക്കാണെങ്കിൽ 1, 2, 3 തലയണ കവർ ഉപയോഗിക്കുക. ബെഡ്ഷീറ്റും 2, 3 ഉപയോഗിക്കുന്നതിലൂടെ കട്ടിയുള്ള കവറാകുമ്പോൾ മൂക്കിലേക്ക് വരുന്നതിൻ്റെ അളവ് കുറയുന്നു, അല്ലെങ്കിൽ അത് ടോട്ടലി പ്രിവെൻറ്റബിൾ ആകുന്നു. അലർജി മാത്രമല്ല, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മറ്റൊരു അലർജനാണ് സ്മോക്കിംഗ്. വീട്ടിൽ ആരെങ്കിലും സ്മോക്ക് ചെയ്യുമ്പോൾ അത് കുട്ടിക്ക് ഉറപ്പായും അലർജി ഉണ്ടാക്കുന്നതാണ്. അലർജി അല്ല, സ്മോക്കിങ്ങിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും ആക്റ്റീവ് സ്മോക്കിംഗ് ആകണമെന്നില്ല. കുഞ്ഞിലേക്ക് എത്തുന്ന പാസീവ് സ്മോക്സ് പോലും അവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെയുള്ള ഒരു അലർജൻ എന്ന് പറയുന്നത്, വീട്ടിൽ പക്ഷികളെ വളർത്തുന്നുണ്ടെങ്കിൽ പക്ഷിയുടെ തൂവലോ പക്ഷിക്ക് ഉപയോഗിക്കുന്ന ധാന്യങ്ങളോ പക്ഷി കാട്ടുമോ, ക്ലീൻ ചെയ്യുമ്പോൾ വരുന്ന കാട്ടുമോ വളരെ കോമൺ ആയ ഒരു അലർജനാണ്. കുട്ടികൾക്ക് വിട്ടുമാറാത്ത ജലദോഷവും ചുമയും പക്ഷികളെ വളർത്തുന്ന വീടുകളിൽ കാണാറുണ്ട്. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു ഇൻഹലേഷണൽ അലർജിയുടെ സോഴ്സാണ്, അതായത് ശ്വാസത്തിലൂടെ വരുന്ന അലർജിൻ്റെ സോഴ്സാണ് AC-യുടെ വെൻറ്റ്, ഫാന് എന്നിവ റെഗുലർ ക്ലീനിങ് ഇല്ലെങ്കിൽ അതിലെ അടിഞ്ഞുകൂടുന്ന പൊടി നമ്മൾ അവ ഉപയോഗിക്കുമ്പോൾ, AC-യോ ഫാനോ ഇടുമ്പോൾ പിന്നീട് മൂക്കിലേക്ക് വന്ന് വിട്ടുമാറാത്ത ചുമയും ജലദോഷവും ഉണ്ടാക്കാറുണ്ട്. സ്പ്രേ, പൗഡർ തുടങ്ങിയ കോസ്മെറ്റിക്സും, അത് കുഞ്ഞുപയോഗിക്കണമെന്നില്ല, നമ്മൾ വലിയവർ കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും പലപ്പോഴും അവർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ കോമൺ ഇൻഹലേഷണൽ അലർജി, അതായത് നമ്മുടെ ശ്വാസത്തിലൂടെ വരുന്ന അലർജി ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ നമ്മൾ വിട്ടുമാറാത്ത ചുമയുള്ള കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് അലർജൻ എക്സ്പോഷർ എന്ന് പറയുന്നത് പലപ്പോഴും ഫുഡ് വഴിയുള്ളതാണ്. കുറച്ച് ഫുഡ് അലർജൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അലർജി അല്ലെങ്കിൽ വിടാതെയുള്ള തുമ്മലോ ചുമയോ ഉള്ള കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫുഡ് അലർജനാണ് ക്രീം. അതായത് ക്രീം ബിസ്ക്കറ്റിലെയോ കേക്കിലെയോ മറ്റും ക്രീംസ് പല കുട്ടികൾക്കും അലർജി ഉണ്ടാക്കാറുണ്ട്. അത് അവോയ്ഡ് ചെയ്യുമ്പോൾ വളരെയധികം കുട്ടികളിൽ മാറ്റവും ചുമയുടെ കുറവും കാണാറുണ്ട്. കൂടാതെയുള്ള മറ്റ് അലർജൻ എന്ന് പറയുന്ന ഫുഡ് അലർജിയിൽ ഏതൊരു വസ്തുവും ഏതൊരു ഫുഡും ആർക്കും അലർജി ഉണ്ടാക്കാം. എന്നാലും കോമൺ ആയിട്ട് കാണുന്ന ഫുഡ് അലർജൻസ് എന്ന് പറയുന്നത് ക്ലാസ് 4 പ്രിസർവേറ്റീവ്സ് ആണ്. അതായത് ജാമിലോ ജ്യൂസിലോ പാക്ഡ് ആയിട്ടുള്ള ഐറ്റംസിൽ അവ ലോങ് ടേം കമേഴ്ഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഐറ്റംസിൽ ലോങ് ടേം കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന ക്ലാസ് 4 പ്രിസർവേറ്റീവ്സ് പല കുഞ്ഞുങ്ങൾക്കും അലർജിയും ആസ്മ, വീസിങ് തുടങ്ങിയ അസുഖങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇവയും കഴിയുന്ന തരത്തിൽ അവോയ്ഡ് ചെയ്യുക. വിറ്റാമിൻ C ഉള്ള, അതായത് സിട്രിക് ആസിഡ് ഉള്ള പുളിപ്പുള്ള പഴവർഗ്ഗങ്ങൾ പല കുഞ്ഞുങ്ങൾക്കും അലർജി കാണാറുണ്ട്. എന്നാൽ ഇറ്റ് ഈസ് എ ഡബിൾ സ്വാഡ്, അതായത് വളരെ നല്ലൊരു സോഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന് വളരെ നല്ല അത്യാവശ്യമായ ഒരു വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ C. സോ സിട്രിക് ആസിഡും മറ്റുമുള്ള ജ്യൂസസ് അലർജി ഇല്ലെങ്കിൽ കുടിക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്? അതെപ്പോഴും യൂസ് ചെയ്യുമ്പോഴും കുട്ടികൾക്ക് സിംറ്റംസ് ഉണ്ട്, അതായത് ചുമയോ ജലദോഷമോ വരുന്നുണ്ട്, മറ്റു കാരണങ്ങളൊന്നും തന്നെ ഇല്ല, മറ്റ് അലർജൻസോ അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻ്റെ സോഴ്സസ് ആയിട്ടുള്ള മറ്റ് വീട്ടിലെ വേറെ ആർക്കോ സ്കൂളിലെ കൂട്ടുകാർക്കോ ആർക്കും അസുഖമില്ലെങ്കിൽ ഇത് ഉപയോഗിച്ചത് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ്, അതായത് പാല്, ഈ തരത്തിലുള്ള ഫ്രൂട്ട്സ്, പല വെജിറ്റബിൾസും അലർജി ഉണ്ടെന്ന് നാം തന്നെ പ്രസ്യൂം ചെയ്ത്, അതായത് ഉണ്ടെന്ന് ഉറപ്പിക്കാതെ പ്രസ്യൂം ചെയ്ത് അവോയ്ഡ് ചെയ്യുന്നത് കുട്ടികളിൽ ന്യൂട്രീഷണൽ ഇൻസഫിഷ്യൻസി, അതായത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ പാല് കുട്ടിക്ക് അലർജി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എപ്പോഴും പാല് കൊടുക്കുമ്പോൾ
പലപ്പോഴും നിർത്തി നോക്കുക, അസുഖങ്ങളുള്ള സമയത്തോ നിർത്തി നോക്കി പിന്നെ തുടങ്ങുമ്പോൾ പിന്നെയും വരുന്നുണ്ടെങ്കിൽ മാത്രം അത് അവോയ്ഡ് ചെയ്യുക. പാലോ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സോ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ ദോസ് ആർ ഹെൽത്തി ഫുഡ്, അതുകൊണ്ട് തന്നെ അവ കണ്ടിന്യൂ ചെയ്യുകയാണ് വേണ്ടത്. നട്ട്സ് കൂടുതലും വളരെ സിവിയർ അലർജി ഉണ്ടാക്കാറുണ്ട്. സ്കിന്നിലെ റാഷസ്, അങ്ങനെ പലതരത്തിൽ സ്കിന്നിലെ റാഷസ്, ശ്വാസം മുട്ട്, ചുണ്ട് തടിച്ചു വരിക, അങ്ങനെ പലതരത്തിലുള്ള അലർജീസും അവ ഉണ്ടാക്കാറുണ്ട്. ബട്ട് ജനറലി ഇനീഷ്യലി ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇവയുടെ അലർജി നമുക്ക് നോട്ടീസ് ചെയ്യാവുന്നതാണ്. സോ നട്ട് അലർജി ജനറലി ഇനീഷ്യലി വളരെ സിവിയറായി വന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു പോകുന്ന ഒരു അലർജനാണ്. മറ്റു പല അലർജൻസും ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ നമ്മൾ മിസ് ചെയ്യുന്ന അലർജൻസ് എന്ന് പറയുന്നത് ക്ലാസ് 4 പ്രിസർവേറ്റീവ്സും ക്രീമും ഒക്കെയാണ്. കുട്ടികൾക്ക് സ്നാക്സായി ക്രീം ബിസ്ക്കറ്റ് കൂടുതൽ നൽകുമ്പോഴും ഒക്കെ ഇത് സംഭവിക്കാറുണ്ട്. സോ ഈ അലർജിയുടെ ഈ 2 വീഡിയോയുടെയും ഉദ്ദേശം തന്നെ നമ്മൾ മിസ് ചെയ്യുന്ന അലർജൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ അവോയ്ഡ് റിപ്പീറ്റഡ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. കുട്ടിക്ക് വരുന്ന അസുഖവും അവോയ്ഡ് ചെയ്യാം, അനാവശ്യമായ മരുന്നുകളും ഒഴിവാക്കുകയും ചെയ്യാം. എന്ത് ചെയ്താൽ, അതായത് ഈ അലർജൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചാൽ. ഹോപ്പ്ഫുള്ളി ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കുറേ അധികം അലർജൻസ് നിങ്ങളുടെ വീട്ടിൽ എക്സ്പോഷർ ഉള്ള കുട്ടികളിൽ നിന്ന് മാറ്റുവാൻ സാധിക്കുമെന്ന് കരുതുന്നു. അതിലൂടെ ഉപയോഗപ്രദമായിരിക്കുമെന്ന്. താങ്ക് യു.